ക്രിസ്മസ് ലീവിന് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഞാൻ ആദ്യം എൻ്റെ വണ്ടിയെ ഞാൻ ശ്രദ്ധിച്ചത്. വണ്ടിക്കൊന്ന് ടയർ മാറ്റണം. അങ്ങനെ നമ്മുടെ പട്ടാമ്പിയിൽ ഒരു ഷോപ്പിൽ പോയിട്ട് വണ്ടിയുടെ ടയറൊന്ന് മാറ്റി തേഞ്ഞ് ടയറിൻ്റെ എല്ലാ ഗ്രിപ്പും പോയി മുട്ടയായിരുന്നു. അപ്പോൾ ഒന്ന് കുട്ടപ്പനാക്കി എടുത്തു. അതിനുശേഷം അടുത്ത പോക്ക് ലക്ഷ്മി ബജാജിലേക്ക്. അവിടെ പോയിട്ട് ബാറ്ററിയുടെ ഒരു ബെൽറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചേഞ്ച് ചെയ്തു. ചൂടത്തൊന്ന് തണുപ്പിക്കാൻ വേണ്ടി പട്ടാമ്പിയിലെ ജ്യൂസിൽ പോയിട്ട് 2 സ്ട്രോബെറി മൽബോ പറഞ്ഞു. അടിപൊളി ഗൈസ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് മൻഗ്രേസി എന്നുള്ള ഒരു ടീഷർട്ട് ബ്രാൻഡ് തുടങ്ങിയിട്ട് ഒരു ടീഷർട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. മൻഗ്രേസിയുടെ ഫസ്റ്റ് ടീഷർട്ടായ മിസ്റ്റർ പൂഞ്ഞിക്കരയ്ക്ക് ശേഷം രണ്ടാമതൊരു ഇറക്കിയതാണ് മലയാളി എന്നുള്ള ഈ ടീഷർട്ട്. അങ്ങനെ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് 3 പോസ്റ്റൊക്കെ അമ്മേനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയാണ്. ഈ ടീഷർട്ടിലെ പ്രിന്റിംഗ് ശ്രദ്ധിച്ചില്ലേ, മലയാളി, അതേപോലെ ഒരു ആനയും വണ്ടിയും, നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്തും അതേപോലെ തന്നെ പ്രിന്റും. അവരുടെ പേജ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ പോവുകയാണ്. കുട്ടികളൊക്കെ ക്രിസ്മസിന്റെ കരോൾ കെട്ടാനുള്ള തിരക്കിൽ. നാട്ടിൻപുറങ്ങളിൽ മാത്രം കണ്ടുവരുന്ന സായാഹ്ന സംഭാഷണങ്ങൾ. ഇഷ്ടപ്പെട്ടു. അമ്മമ്മക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. അനക്ക് എങ്ങനെയുണ്ട്? പക്ഷെ അനക്കാൻ തരില്ല. എന്റെ എല്ലാ ടീഷർട്ട് അടിച്ചു കള്ളം പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയ സെൽഫി ഒക്കെ എടുത്തിട്ട് അമ്മ